ഗുഡ് മോർണിംഗ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് 2 ലെസൺ കംപ്ലീറ്റ് ആയി അല്ലേ? നമുക്ക് എല്ലാ വർക്കും ഒക്കെ എല്ലാവരും ചെയ്തില്ലേ? പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ലേ? ഓക്കെ, ഗുഡ്. അപ്പോ ഇന്ന് നമ്മൾക്ക് 3-ാമത്തെ പാഠമാണ് പഠിക്കേണ്ടത് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ലിസൺ ഹിയർ. പേജ് നമ്പർ 50 അല്ലേ? 3-ാമത്തെ പാഠം. ബാക്കി ഇതുവരെയുള്ള എല്ലാവർക്കും കംപ്ലീറ്റ് ആയല്ലോ. അപ്പോ കുളിർമഴ എന്ന പാഠത്തിന്റെ പേര് കുളിർമഴ. കുളിർമഴ. മഴ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇപ്പൊ മഴയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇല്ലേ? ഇന്ന് മഴയില്ലേ? ഉണ്ടായിരുന്നോ ആൻഡ്രേസ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ്രേസ. ഓക്കെ. മഴ എന്ന് പറയുമ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ ആൻഡ്രേസക്ക് തോന്നുന്നത്? മഴയെ പറ്റി കേൾക്കുമ്പോൾ സുഖമുള്ളതാണോ? സുഖാണോ മഴ? കേൾക്കുന്നില്ലേടി? കുളിർമഴ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തൊരു അനുഭവമാ തോന്നുന്നേ? കുളിർമഴ അല്ലേ? മഴ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഒന്നാണ് അല്ലേ മഴ? അല്ലേ? ഇപ്പൊ നമ്മൾ സ്ഥിരമായി മഴ കാണുന്നു അല്ലേ? മഴക്കാലാണല്ലേ ഇപ്പൊ? നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലേ എല്ലാ ദിവസവും? ഓക്കെ. അപ്പോ മഴ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഒന്നാണ് അല്ലേ? പിന്നെന്താ? നീണ്ട ഒരു മഴക്കാലം നമുക്കുണ്ടല്ലേ? മഴയുണ്ടല്ലോ, നമുക്കിപ്പോ കുറെ ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഒന്നാണ് മഴ. പിന്നെന്താ? നീണ്ട ഒരു മഴക്കാലം ഉണ്ട് നമുക്ക് അല്ലേ? അപ്പോ പിന്നെന്താ? എന്താ ഈ മഴക്കാലത്തിന് ഇടവപ്പാതി, കാലവർഷം എന്നൊക്കെ പേരുണ്ട് അല്ലേ ഇതിന്? തുലാവർഷം ഉണ്ട് അല്ലേ? തുലാമാസത്തിൽ പെയ്യുന്നത് ഏതാ? തുലാവർഷം. പിന്നെയോ ഒക്കെ നമുക്കുണ്ട് അല്ലേ? നിങ്ങൾ എപ്പോഴും മഴ കാണുന്നുണ്ടല്ലേ? കുട്ടിക്കാലം ചെറിയതില്ലേ മഴ കാണുന്നുണ്ടല്ലേ? ഓക്കെ. മഴ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ആസ്വദിക്കുന്നുണ്ടോ നിങ്ങള് മഴ? കുട്ടികളാണ് കൂടുതൽ മഴ ആസ്വദിക്കുക അല്ലേ? മഴ നനയാനുള്ള നല്ല സുഖാണ് അല്ലേ എല്ലാവർക്കും? അസുഖം വരുന്ന ഒന്നും നോക്കൂല മഴ കാണുമ്പോ അല്ലേ? കയ്യിലിങ്ങനെ വെള്ളമിട്ട് തട്ടി മഴ നല്ല സുഖമുള്ള ഒരു അനുഭവമാണ് അല്ലേ മഴ? അല്ലേ മിൻഹാജേ? ഓക്കെ. മഴ സുഖമുള്ള അനുഭവമാണ് എല്ലാവർക്കും അതെ അല്ലേ? ഓക്കെ. പിന്നെന്താ മഴയെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മഴ കുറേ വെള്ളം തരും. മഴ വെള്ളം തരും. ഓക്കെ. മഴ വെള്ളം തരും അല്ലേ? അത് നല്ലപോലെ മഴ പെയ്താൽ വെള്ളം ഉണ്ടാവും അല്ലേ നമുക്ക്? ഓക്കെ. പിന്നെന്താ? പിന്നെ വെള്ളപ്പൊക്കാവും. വെള്ളപ്പൊക്കവും ഉണ്ടാവും അല്ലേ? പഴയ വെള്ളപ്പൊക്കം ഓർമ്മ വരുന്നുണ്ടല്ലേ നമുക്ക്? ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോ നമ്മുടെ മലയാളികളുടെ ജീവിത അനുഭവങ്ങളിൽ ഒന്നാണ് മഴ. നീണ്ട ഒരു മഴക്കാലം നമുക്കുണ്ട് അല്ലെ? ഇടവപ്പാതി എന്നും തുലാവർഷം എന്നും ഒക്കെ അറിയപ്പെടുന്നു. പിന്നെന്താ? അപ്പൊ ഇതൊക്കെയാണ് മിൻഹാജ് പറഞ്ഞാല് വെള്ളം നല്ലപോലെ കിട്ടും. മഴ പെയ്താല് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ, അത് നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ കുളിർമഴ എന്ന കവിതയിൽ നമുക്ക് ഒരു അത്രയേ ഉള്ളൂ, 8 ലൈൻ അല്ലേ? 8 ലൈൻ ഉണ്ട് ഒരു കവിത, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ മഴയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്കിതൊന്ന് പാടാം അല്ലേ? പാടാൻ ശ്രമിക്കാം. All of you listen here. Okay. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി, കുനുകുനെയുതിരുന്ന പൂമഴത്തുള്ളികൾ
തളിരിലും പൂവിലും മുത്തമിട്ടു. പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾ എന്തു ഭംഗി. എന്താ മഴേനെ പറ്റി പറയുന്നത് അല്ലേ? ഈ പാടത്ത് കുളിമഴ എന്ന പാടത്തിൽ എന്താ പറയുന്നത്? ഒന്നുകൂടി പാടാം. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേൻമഴ പെയ്തിറങ്ങി. അല്ലേ? മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേൻമഴ പെയ്തിറങ്ങി. കുനുകുനേയുതിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും മുത്തമിട്ടു. പിന്നെയോ പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾ എന്തു ഭംഗി. എന്താ പറയുന്നത്? മഴക്കുള്ള ഭംഗിയെ കുറിച്ചാണല്ലേ? മഴത്തുള്ളികൾക്കുള്ള ഭംഗിയെ കുറിച്ചാണ് പറയുന്നത്. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേൻമഴ പെയ്തിറങ്ങി. വായിച്ചു നോക്കിയേ മിസ്സിന്റെ കൂടെ എല്ലാവരും. മധുരമീ നമുക്ക് ഓക്കെ. മധുരമീ പുതുമഴ മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേൻമഴ പെയ്തിറങ്ങി. പൂമഴ തേൻമഴ പെയ്തിറങ്ങി അല്ലെ? എന്തൊക്കെയാ എങ്ങനെയാ പറഞ്ഞേ? തേൻമഴ പൂമഴ പെയ്തിറങ്ങി. ഒന്നുകൂടി പടാവലികൾ തന്നെ പഠിക്കും. മിസ്സിന്റെ കൂടെ പാടുന്ന എല്ലാവരും വായിക്കാൻ പഠിക്കണം. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേൻമഴ പെയ്തിറങ്ങി. കുനുകുനെ ഉതിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു. പിന്നെയോ പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾക്കെന്തു ഭംഗി. എന്താ പറയുന്നത്? കുളിർമഴ എന്ന ഈ പാഠത്തിൽ എന്താ പറയുന്നത് മഴയെ പറ്റി? മധുരമീ പുതുമഴ, മധുരമുള്ളതാണ് അല്ലേ? മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ. മണ്ണിനെ പുൽകുന്ന, മണ്ണിലേക്കല്ലേ വീഴുന്നല്ലേ? ഓക്കെ, പുൽകുക, ആശ്ലേഷിക്കുക എന്നല്ല അർത്ഥം. അപ്പൊ മണ്ണിലേക്കാണ് പുതുമഴ വീഴുന്നത് അല്ലേ? അപ്പൊ മണ്ണിനെ പുൽകുന്ന പൂമഴ. പിന്നെന്താ പറയുന്നത് അതിന് വിശേഷണം? തേൻമഴ. തേനും പൂവും ഒക്കെ നമുക്ക് എന്താ നല്ല സുഖമുള്ള കാഴ്ചയാണ് അല്ലെ? തേൻ എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള സാധനമാണ്. പിന്നെയോ പൂവോ എന്തോ ഒരു സുഖാണല്ലേ പൂവിനെ കുറിച്ച് പറയുമ്പോ? അതാ പറയുന്നത്. അപ്പൊ മധുരമുള്ളതാണ്. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേൻമഴ പെയ്തിറങ്ങി. പെയ്തു അല്ലേ? പിന്നെയോ കുനുകുനേയുതിരുന്ന പൂമഴത്തുള്ളികൾ. കുനുകുനെ എന്ന് പറഞ്ഞ എന്താ? കുനുകുനെ എന്ന് പറഞ്ഞ എന്താ മിൻഹാജെ? അല്ല അനക, കുനുകുനെ എന്ന് പറഞ്ഞ സയാൻ. പ്ലീസ് അൺമ്യൂട്ട് സയാൻ. കുറേശ്ശെ കുനുകുനെ അല്ലേ? എന്തോ ഷിഫാനൊക്കെ പറയാനുണ്ടല്ലോ. ഷിഫാന എന്താ മോളെ? കുനുകുനെ
കുനുകുനെ ഉതിരുന്ന അല്ലെ താഴേക്ക് തുള്ളി തുള്ളിയായി വീഴുന്ന കുനുകുനെ ഉതിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു. തളിരിലും തളിർ തളിർ എന്ന് പറഞ്ഞാൽ ഇളം അല്ലെ തളിര് തളിരില് പിന്നെയോ പൂവില് പൂവിലും മുത്തമിടുക പറഞ്ഞാല് എന്താർത്ഥം മുത്തമിടുക മുത്തമിടുക പറഞ്ഞ മുത്തം തന്നെ ഉമ്മ ക്ലിയർ ആവുന്നില്ലേ ക്ലിയർ ആവുന്നില്ല നോക്കട്ടെ മോനെ എന്തോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് എന്തൊക്കെയോ അല്ലേ ഇപ്പൊ കേൾക്കുന്നുണ്ടോ സയാൻ ശരിയായോ അപ്പൊ പുതുമഴ പൂമഴ തേൻമഴ തൂമഴ എന്നീ എന്തൊക്കെയോ മഴക്ക് വിശേഷണം കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെ മുത്തമിടുക എന്നാണ് സ്നേഹത്തോടെ ഉമ്മ കൊടുക്കുന്ന മുത്തമിടുക പറയാ അല്ലേ ഓക്കെ മുത്തമിടുക എന്നതിന് എന്നർത്ഥം സ്നേഹത്തോടെ ഉമ്മ നൽകുന്നതിനാണ് അല്ലേ മുത്തം ഉമ്മ കൊടുക്കുന്നതിനാണ് പറയുക അല്ലേ കുനുകുനേയുതിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു അപ്പൊ എവിടെയൊക്കെയാണ് പൂമഴത്തുള്ളികള് മുത്തമിടുന്നത് എവിടെയൊക്കെയാ തളിരിലും പൂവിലും അല്ലെ തളിരിലും പൂവിലുമാണ് എന്റെ പൂമഴത്തുള്ളികൾ മുത്തമിടുന്നത് പിന്നെയോ പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ നല്ല ചൂടുള്ള ദിവസം എന്താ പൊള്ളുന്ന വേനൽ നല്ല വേനൽ എന്ന് പറയുമ്പോ ചൂടുള്ള ദിവസം അല്ലേ അതെ അങ്ങനെയല്ലേ ചൂടുള്ള ദിവസം എന്ത് ചെയ്യും ചൂടൊന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു നല്ല വേനൽ ദിവസം ഒരു മഴ പെയ്യുമ്പോ വല്ലാത്തൊരു സുഖമായിരിക്കും അല്ലേ ഒരു തണുപ്പ് കിട്ടും അപ്പൊ ചൂടൊന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു നെക്സ്റ്റ് എന്താ പറഞ്ഞേ മണ്ണിലും മനസ്സറിയാലോ നിങ്ങൾക്ക് തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾക്ക് എന്തു ഭംഗി മഴത്തുള്ളിയൊക്കെ മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന മഴത്തുള്ളിയൊക്കെ എന്ത് ഭംഗിയാണെന്നാ പറഞ്ഞത് അപ്പൊ മഴയെ കുറിച്ച് എന്താ വെച്ചാൽ മഴ മലയാളികളുടെ ജീവിതാനുഭവങ്ങളിൽ ഒന്നാണല്ലേ അതുപോലെ നമുക്ക് നീണ്ട ഒരു മഴക്കാലമുണ്ട് അല്ലെ അതും നമുക്കറിയാം അല്ലെ മഴ അധികമാകുമ്പോഴാണല്ലേ വെള്ളപ്പൊക്കമൊക്കെ വരുന്നത് ചെറിയൊരു മഴ നല്ല സുഖമുള്ളതാണ് അല്ലെ നല്ല തണുപ്പ് കിട്ടുന്ന സാധനമാണ് അപ്പൊ ഇതിൽ നിന്നാ വന്ന കുളിർ മഴ അതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ഓക്കെ പിന്നെന്താ പറയുന്നത് അപ്പൊ ഇതിൽ ഏതൊക്കെ മഴ കവിതയെ പറഞ്ഞിരിക്കുന്നത് പുതുമഴ പൂമഴ തേൻമഴ തൂമഴ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ മഴക്ക് ഓക്കെ ഇതൊക്കെ നല്ല വരിക എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തോ കേട്ടോ പൂമഴ പുതുമഴ തേൻമഴ പിന്നെന്താ മഴക്ക് കുറേ പറയുന്നുണ്ട് അല്ലേ ഓക്കെ പിന്നെന്താ പറയുന്നത് പിന്നെ പൂമഴത്തുള്ളികൾ മുത്തമിട്ടു എവിടെയൊക്കെയാ മുത്തമിടുന്നത് തളിരിലും പൂവിലും മുത്തമിടുന്നല്ലേ പൂമഴത്തുള്ളികൾ ഓക്കെ പിന്നെ പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു അവിടെ മഴക്ക് തൂമഴ മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾക്ക് എന്തു ഭംഗി
ശരിയോ? അപ്പൊ മഴയെ പറ്റി ആണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഒന്നാണ് മഴ. മഴക്കാലം നമുക്കുണ്ടല്ലേ, ഇടവപ്പാതി ഉണ്ട്, പിന്നെന്താ തുലാവർഷം ഉണ്ട്, അതായത് കാലവർഷം അല്ലെ. ഇടവമാസത്തോടെ പകുതിയോടെ പെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഏതാ നമുക്ക് പെയ്യുന്നത്? ഇപ്പൊ ഏതാ മലയാള മാസം നിങ്ങൾക്ക് അറിയോ? ആർക്കറിയാം ഇപ്പൊ ഏതാ മലയാള മാസം ഏതാണെന്ന് അറിയോ? അനീറ്റ പ്ലീസ് അൺമ്യൂട്ട്. അനീറ്റ അത് അൺമ്യൂട്ട് ആക്കി. ഓക്കെ, എന്താ മോള് പറഞ്ഞേ? കർക്കിടകം. ഓക്കെ, ഗുഡ്. കർക്കിടക മാസാണല്ലേ ഇപ്പൊ? ഓക്കെ, രാമായണ മാസാണ് കർക്കിടകം. അപ്പൊ കർക്കിടക മാസാണ് ഇപ്പൊ അല്ലേ? അപ്പോ ഇടവപ്പാതിയാണ് ഇപ്പൊ പെയ്യുന്നത് അല്ലേ നമുക്ക്? ഇടവം, മിഥുനം, കർക്കിടകം. ഓക്കെ. അപ്പോ തുലാവർഷവും ഉണ്ട് അല്ലെ, ഇടിയെല്ലാം കൂടി പെയ്യുന്നതിനാണ് തുലാവർഷം എന്ന് പറയുന്നത്. നല്ലപോലെ ഇടിയെല്ലാം ഉണ്ടാവും അല്ലെ തുലാവർഷത്തിന്. ഇപ്പൊ പെയ്യുന്ന മഴക്ക് അങ്ങനെ ഇടിയൊന്നുമില്ലല്ലോ. ഇടി ഉണ്ടാറുണ്ടോ? അപ്പൊ നമുക്ക് രണ്ട് ഇടവപ്പാതി ഉണ്ട്, കാലവർഷവും തുലാവർഷവും അല്ലേ? അപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതൽ ചെറിയതിലുള്ളതിനെ നമ്മൾ മഴ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ കുളിർ മഴ, ചെറിയ മഴ നമുക്കൊരു സുഖമുള്ള അനുഭവമാണല്ലേ? നല്ല മഴ, നല്ലൊരു വെയിലത്ത് നല്ലൊരു മഴ പെയ്യുന്ന, ചെറിയൊരു മഴ പെയ്താൽ നല്ല സുഖം ഉണ്ടാവും അല്ലെ? ഇപ്പോഴും നമുക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് അല്ലെ? മഴയത്ത് എഴുന്നേക്കാനേ തോന്നൂല അല്ലേ? ഇന്നെല്ലാവരും എഴുന്നേക്കാൻ വൈകിയില്ലേ? 7 മണിക്കാരുടെ ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ? അമ്മമാർ പൊക്കി എഴുന്നേൽപ്പിക്കേണ്ടി വരും അല്ലേ ഷിഫാന? ഷിഫാനക്ക് അത് പറയുമ്പോ കൈപൊക്കുന്നുണ്ട് ഷിഫാന. 7 മണിക്ക് എണീച്ചിട്ട് മഴയായിട്ടു അല്ലേ? എഴുന്നേക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നോ ഇന്ന്? ഇല്ല അല്ലേ? മഴയായിട്ട് എല്ലാവർക്കും നല്ല പുതപ്പൊക്കെ പൊതച്ചിട്ട് ഉറങ്ങാൻ തോന്നിയല്ലേ? അപ്പൊ മഴ നല്ല സുഖമുള്ള സംഭവം തന്നെയാണ്, ഉറങ്ങാനായാലും എന്തിനായാലും അല്ലേ? അപ്പൊ നമ്മള് ഇന്ന് പഠിച്ച പാട്ട് ആർക്കാ ഇന്നൊന്ന് പാടാൻ പറ്റുവാ? മഴയെ പറ്റി മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അഫ്ലു ഇന്ന് കൈ പൊക്കുന്നുണ്ടോ? അഫ്ലു പ്ലീസ് അൺമ്യൂട്ട്. എറിക്കും ഉണ്ട്, എറിക്കയെ വിളിക്കാട്ടോ. ഓക്കെ, അഫ്ലു പാടിയേ. കുളിർ മഴ, മധുരമീ പുതുമഴ, മണ്ണിനെ പുൽകുന്ന പൂമഴ, തേന്മഴ പെയ്തിറങ്ങി, കുനുകുനെതിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു. കൊള്ളുന്ന വേനലിൽ ചുടന്ന കാറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾ എന്തു ഭംഗി. ഓക്കെ, ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ പാടുന്നേ? എറിക്ക് അല്ലേ? ഓക്കെ, എറിക് പ്ലീസ് അൺമ്യൂട്ട്. പാടിയേ. കുളിർ മഴ, മധുരമീ പുതുമഴ, നല്ല വൃത്തി പാടിയേ. മധുരമീ പുതുമഴ. പാടും. മധുരമീ പുതുമഴ, മണ്ണിനെ പുൽകുന്ന പുതുമഴ, തേന്മഴ കുനുകുനെ ഉതിരുന്ന മഴത്തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു. കൊള്ളുന്ന വേനലിൽ ചൂടന്നകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു. നെക്സ്റ്റ് ലൈൻ.
മണ്ണിലും മനസ്സിലും തുള്ളി തുളുമ്പുന്ന കുളിർമണി മുത്തുകൾ കെന്തു ഭംഗി. കുളിർമണി മുത്തുകൾ കെന്തു ഭംഗി ട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരാ പാട്ട് പാടുന്നേ? കുര്യൻ ജോസഫ്. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് കുര്യൻ. കുര്യൻ ജോസഫ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ മോനെ കുര്യൻ. നെക്സ്റ്റ് മാളവിക, പ്ലീസ് അൺമ്യൂട്ട് മോളെ. പാടിയേ. കുളിർമഴ മധുരമേ പുതുമഴ മണ്ണിനെ പുൽകും പൂമഴ തേന്മഴ പെയ്തിറങ്ങി ഉതിരുന്ന പൂമഴ തുള്ളികൾ തളിരിലും പൂവിലും മുട്ടമിട്ടു പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ തൂമഴ തുള്ളികൾ മണ്ണിലും മനസ്സിലും കുളിർമണിയും മുത്തുകെന്തു ഭംഗി. ഓക്കേ, ആരാ പാടുന്നേ? നാഫി ഒന്ന് പാടിയ മോനെ. പ്ലീസ് അൺമ്യൂട്ട് നാഫി. കുളിർമഴ മധുരമേ പുതുമഴ മണ്ണിനെ പുലുകുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി കുനുകുനെ ഉതിരുന്ന തുള്ളികൾ മുത്തമിട്ടു പൊള്ളുന്ന വേനലിൽ ചൂടുന്ന തൂമഴത്തുള്ളികൾ മണ്ണിനും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾ കെന്തു ഭംഗി. നെക്സ്റ്റ് ഷാഹിദ്. ഷാഹിദെ തുറന്നോ. ഷാഹിദെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഷാഹിദിന് കേൾക്കുന്നില്ലേ? ഷാഹിദ്. ഷിഹാസ് തുറന്നോ മോനെ. മോനെ അൺമ്യൂട്ട് ചെയ്യും മോനെ. ഷിഹാസ ഷഹബാസ പേര് മിസ്സിന് കൃത്യമായി ഓർമ്മയില്ല. തുറന്നോ? ആവുന്നില്ലേ? പ്ലീസ് അൺമ്യൂട്ട് മോനെ. അൺമ്യൂട്ട് ചെയ്തോക്കെ. ഈ കുട്ടിക്ക് എന്താ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത? അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്യടാ. പറ്റുന്നില്ലടാ. എന്തേ? അമന്ന രാജേഷ്. അമന്ന അൺമ്യൂട്ട് ചെയ്തോ. കുളിർമഴ മധുരമീ പുതുമഴ മണ്ണിനെ പുൽക്കുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി തളിരിലും പൂവിലും മുത്തമിട്ടു പൊള്ളുന്ന വേനലിൽ ചൂടൊന്നകറ്റുവാൻ
തൂമഴത്തുള്ളികൾ താഴെ വീണു മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾക്കെന്തു ഭംഗി. ഓക്കെ, സൂപ്പർ. ഋഷികേശ് നല്ല വ്യക്തി പാടുന്ന ആളാണ്. ഋഷികേശ് പാടിയേ. അമ്മ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മധുരമീ പുതുമഴ മണ്ണിനെ നല്ല രീതിയിൽ പാടിയേ. ഋഷികേശ് നല്ല രീതിയിൽ പാടിയ രീതിയിൽ നല്ല പാട്ടുകാരനല്ലേ. മണ്ണിനെ പുൽകുന്ന തേന്മഴ പെയ്തിറങ്ങി കുനുകുനെയുതിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും പൂവിലും പൊള്ളുന്ന വേനലിൽ ചൂടുന്നകറ്റുവാൻ പൂമഴത്തുള്ളികൾ താഴെ വീണു തുള്ളിത്തുളുമ്പുന്ന മുത്തുകൾക്കെന്തു ഭംഗി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇവിടെ മിഥിലാജ് ഒന്ന് പാടിയ മോനെ. പ്ലീസ് അൺമ്യൂട്ട് മിഥിലാജ്. ഹൈഫ മെഹറിൻ അൺമ്യൂട്ട് ചെയ്യുമോളെ. മിഥിലാജ് ഒന്ന് പാടിയേ. മിഥിലാജ് കേൾക്കുന്നില്ല വൃത്തിക്ക്. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി. കേൾക്കുന്നില്ല, പാടുന്നില്ല. മിൻഹാജേ ഒന്ന് പാടിയ മിൻഹാജേ. കുളിർമഴ മധുരമിതാ പൂമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി. കൊറേ പേരിന്റെ പാട്ട് പാടാം. മിൻഹാജെ ഞാൻ പാടുമ്പോ ശ്രദ്ധിച്ചില്ല അല്ലേ. മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി. കിട്ടുന്നില്ല? ഇല്ല, അവിടെ വെക്ക്. ഒരാളും കൂടെ പാടട്ടെ. ഷിഫാന എന്നാ പാടിയേ. പ്ലീസ് അൺമ്യൂട്ട് ഷിഫാന. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? കുളിർമഴ മധുരമീ പുതുമഴ മണ്ണിനെ പുൽകുന്ന പൂമഴ തേന്മഴ പെയ്തിറങ്ങി കുനുകുനെ തിരുന്ന പൂമഴത്തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു പൊള്ളുന്ന വേനലിൽ ചൂടകറ്റുവാൻ തൂമഴത്തുള്ളികൾ താഴെ വീണു മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന കുളിർമണി മുത്തുകൾക്കെന്തു ഭംഗി. നെക്സ്റ്റ് ആരാ പാടുന്നേ? പഠിക്കണ എല്ലാവരും പാടാനേ. ആന്തരസ പ്ലീസ് അൺമ്യൂട്ട്.
ശ്രദ്ധിക്കണേ പാടുന്നത്. ആ മധുരമി പുതുമഴ മണ്ണിൽ ഒഴുകുന്ന പൂരത്തേമുന പിറങ്ങി കുനുകുനെ ഉതിർന്ന തുള്ളികൾ തളിരിലും പൂരം മുത്തമിട്ടു പൊള്ളുന്ന ചൂടിൽ ചൂടനകറ്റുവാൻ കുമാര തുള്ളികൾ താഴെ വീണു. മണ്ണിലും മനസ്സിലും തുള്ളി തുള്ളുന്ന മുത്തുകൾക്കെന്തു ഭംഗി. ഓക്കെ, നമ്മുടെ സമയം ഇന്നത്തെ ഹന്ന പാടുന്നേ. നമ്മുടെ സമയം ഇന്ന് കഴിയാറായി. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും ഇത് പാട്ട് പാടാൻ പഠിക്കണേ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് ഹന്ന. പാടാൻ പറ്റുമോ? ഇല്ലേ? പാടിയേ. എല്ലാവരും 2-3 തവണ ഇത് പാടണേ. പിന്നെ പാടി പഠിച്ചിട്ട് വരണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാ മക്കളും ഇത് വായിക്കണേ നല്ല പോലെ കേട്ടോ. ടെസ് ഉണ്ട് ടെസ്സ. അപ്പൊ ടെസ്സ നമ്മളെ സമയം കഴിയാറായി. വേഗം പ്ലീസ് അൺമ്യൂട്ട്. കുളിർമഴ മധുരമീ പുതുമഴ മണ്ണിനെ പൊഴുകുന്ന പൂമഴ തേമഴ പെയ്തിറങ്ങി കുനു കുനു പൂമഴ തൊള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ട് പൊള്ളുന്ന വേനലിൽ ചൂടുന്നകറ്റുവാൻ തൂമഴ തുള്ളികൾ താഴെ വീണു. മണ്ണിലും മനസ്സിലും തുള്ളി തുളുമ്പുന്ന നിർമണി മുത്തുകൾക്കെന്തു ഭംഗി. സൂപ്പർ. അജിത് പഠിച്ചോ? അജിത് ജോസഫ് പാടാൻ പഠിച്ചോ? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. കുളിർമഴ മധുരമീ പുതുമഴ മണ്ണിനെ പൊഴുകുന്ന പൂമഴ തേമഴ പെയ്തിറങ്ങി തുള്ളികൾ തളിരിലും പൂവിലും മുത്തമിട്ടു പൊള്ളുന്ന വേനലിൽ മണ്ണിലും മനസ്സിലും തുള്ളി തുള്ളുമ്പുന്ന മുട്ടുകൾക്കെന്തു ഭംഗി. ഓക്കെ, ഗുഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ടൈം കഴിയാറായി. എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു ബൈ. എന്റെ മിന്നാജെ ബൈ ഇല്ലേ?